ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തെല്ലാം വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നൊരു ഈസി ക്യാരറ്റ് കേക്ക് റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഭയങ്കര ഈസിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ഞാൻ എടുക്കുന്നതെല്ലാം ഈ സെയിം മെഷറിംഗ് കപ്പിൽ കേട്ടോ. ഈ മെഷറിംഗ് കപ്പിൻ്റെ അകത്ത് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക. ആ പഞ്ചസാരയുടെ സെയിം അളവിൽ തന്നെ നമ്മളൊരു പച്ചവെള്ളം, അതായത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് പച്ചവെള്ളമോടെ ആഡ് ചെയ്യും. അതായത് 3/4 കപ്പ് പച്ചവെള്ളമോടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്യാരറ്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഒരു കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം തണുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. പിന്നെ ആ സെയിം കപ്പിൻ്റെ അകത്ത് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് സോൾട്ടുമാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് വേണ്ട 1 കപ്പ് പഞ്ചസാര കേട്ടോ. പിന്നെ ബാക്കി 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ അതിനകത്തേക്ക് പട്ടയും ഏലക്കാപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. പഞ്ചസാര വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. എനിക്കിവിടെ ഇപ്പോൾ എല്ലാവർക്കും ഷുഗർ ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തത്. 4 മുട്ട ബീറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെ പഞ്ചസാര കുറച്ചായിട്ട് എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ യെല്ലോയിഷ് കളർ മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരും. അത് കഴിയുമ്പോൾ നമ്മൾ എന്താക്കുക, നമ്മുടെ ക്യാരറ്റോട് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇതോടെ മൈദ മിക്സോടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക. ഒരു 45 മിനിറ്റ്സ് വേണ്ടി വരും. നല്ല സൂപ്പർ കേക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.